പാതയാണ്. ഇത് കരിമ്പൻ എന്ന സ്ഥലത്തും തുടങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇത് അതിൻ്റെ ഒരു ഭംഗിയാണ് നമ്മൾ കാണുന്നത്. പെരിയാറാണ് ആ താഴത്തോടെ ഒഴുകുന്നത്. പെരിയാറാണ്. ക്യാമറയ്ക്ക് ഇച്ചിരി ജർക്കിങ്ങൊക്കെ ഉണ്ട്. നമ്മൾ ആ പ്രദേശത്തിൻ്റെ വിദൂര ഭംഗിയൊക്കെയാണ് ഈ കാണുന്നത്. അത് ഫസ്റ്റ് ഒന്നാമത്തെ എപ്പിസോഡാണത്. എല്ലാവരും ആ താഴെ വെള്ളം കൊണ്ടുവന്ന ഇവിടുത്തെ അണക്കെട്ടിൽ എല്ലാവർക്കും ജലവൈദ്യുത പദ്ധതിയുടെ ചെറിയൊരു ജലവൈദ്യുത പദ്ധതിയാണ്. ഇതിൻ്റെ പൈപ്പ് വന്നിരിക്കുന്നതാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. വലിയ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് ഇടയ്ക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഇത് കോതമംഗലം എറണാകുളം പോകുന്ന റൂട്ട്. ഇതാണ് നമ്മൾ മൂന്നാർ പോകുന്ന വെള്ളത്തോല് മൂന്നാർ. അത് ഇടുക്കി പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇത് ഇടുക്കി, കട്ടപ്പന, കുമളി, തൊടുപുഴ, കപ്പ. ഇത് മൂന്നാർ പോകുന്ന അടിമാലി. ഇതാണ് എറണാകുളം റൂട്ട്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. വലിയ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് ഇടയ്ക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഇത് കോതമംഗലം എറണാകുളം പോകുന്ന റൂട്ട്. ഇതാണ് നമ്മൾ മൂന്നാർ പോകുന്ന വെള്ളത്തോല് മൂന്നാർ. അത് ഇടുക്കി പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇത് ഇടുക്കി, കട്ടപ്പന, കുമളി, തൊടുപുഴ, കപ്പ. ഇത് മൂന്നാർ പോകുന്ന അടിമാലി. ഇതാണ് എറണാകുളം റൂട്ട്. ഇതാണ് നമ്മുടെ ഒരു ചെറിയ പെരിയാർ, ലോവർ പെരിയാർ എന്നും പറഞ്ഞൊരു വൈദ്യുത ഇതിൻ്റെ ഡാമാണ്. ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാട് മറിഞ്ഞ് കിടക്കാതെ മൊത്തം വെള്ളമാണ് അപ്പുറത്ത് കാണുന്നത് കേട്ടോ. വെള്ളം കിടക്കണം, കലങ്ങി കിടക്കുകയാണോ ഭയങ്കര മഴയും ചെളിവെള്ളമാണ്, കലങ്ങിയിട്ട് വരുന്ന വെള്ളമാണ് അതിൻ്റെ ഒരു ഇതായി കാണുന്നത്.
കാണുന്ന മൊത്തം വെള്ളമാണ് അതിൻ്റെ. ഇതുണ്ടോ, ഇത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു കണ്ടോ ഇതൊക്കെ വെള്ളം കെട്ടി കിടക്കാം. ഒരു ചെറിയൊരു വൈദ്യുതിയില്ല. ഇടുക്കി ഡാമും ചെറുതോൾ ഡാമും ഒക്കെ കഴിഞ്ഞേച്ച് വരുന്ന വെള്ളമാണ്. അല്ല, ഈ മലമടക്കുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ്. നമുക്ക് മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ പ്രശ്നം പറയുമ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെക്ക് ഡാമുകൾ ഇതൊക്കെ തടഞ്ഞു നിർത്തുമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. കാരണം ഈ ചെക്ക് ഡാമുകളുണ്ട് ഇടയ്ക്കെന്നൊക്കെ പറയാനുണ്ട്. അത് കോടിക്കണക്കിന് പേര് അങ്ങനെയൊന്നും മരിച്ചില്ല എന്നൊക്കെ പറയാനൊക്കെ ഉള്ള കാരണം ഇങ്ങനെയുള്ള ചെക്ക് ഡാമുകളൊക്കെയാണ്. നമുക്ക് ഡാം കൂടെ കാണാം. അവരെ നമുക്ക് റിസോർട്ടിൽ തന്നെ പോകാം. ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ ജനവാസമൊന്നുമില്ല. ഇവിടെ ആരും മീൻ പിടിക്കാനോ വള്ളം ഇറക്കാനോ ചങ്ങട ഇറക്കാനോ ഒന്നും സമ്മതിക്കില്ല. അവിടെ കംപ്ലീറ്റ് ഫോറസ്റ്റിൻ്റെ ഇലക്ട്രിസിറ്റി റോപ്പിൻ്റെ ഒക്കെ ഇതാണ്. നമ്മുടെ ഇപ്പം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സെക്യൂരിലാണ് ഇവിടെയൊക്കെ. ഇവിടെ എല്ലാ ഡാമുകളും ഇതുണ്ട്. ഇതാണ് ഡാം, ചെക്ക് ഡാം. ചെക്ക് ഡാമല്ല, ജില്ലയാണത്. ഇവിടെയൊക്കെ ഉള്ള ക്യാമറ റിസോർട്ടിലൊക്കെ ആണത്. അത് കഴിഞ്ഞിട്ടുള്ള വെള്ളം ഓവർഫ്ലോ ആകുമ്പോൾ അത് തുറന്ന് വെച്ചിട്ട് പോകുന്നതാണ്. ഇതാണ് ഡാമിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളാണ് ഇതിൻ്റെ അടിവശങ്ങളിലൊക്കെ കാണുമ്പോൾ. വിപുലവനമാണ്. ഇതാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ. ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഇതിലേക്ക് വെള്ളം ഒഴുകി ഇപ്പം കണ്ടത് നമ്മൾ ഏകദേശം ചെറുതോണി മുതൽ ഇങ്ങോട്ടുള്ള ഒരു ഇതാണ്. ചെറുതോണി മുതൽ ഡാമിൻ്റെ അവിടെ ആ വഴിയിലുള്ള ഭാഗങ്ങളാണ്. ഈ ഒരു എപ്പിസോഡ് ഇതുകൊണ്ട് നിർത്താം. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ ബാക്കി സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിടുള്ളൂ. അതൊക്കെ പോകുന്ന വഴിക്കെല്ലാം ഷൂട്ട് ചെയ്തോളാം. ഇതിപ്പം തട്ടേക്കണ്ണി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ LP സ്കൂളിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ചെക്ക് ഡാമുകളൊക്കെ കാണിച്ചല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവിടെ നിന്ന് വെള്ളം പെരിയാറിൽ ഒഴുകിയെത്താൻ തന്നെ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് ഒഴുകിയെത്താൻ തന്നെ ഏകദേശം അരമണിക്കൂർ വേണം. ഇവിടെ ഏകദേശം എത്തണമെങ്കിൽ 2 മണിക്കൂറോളം എത്തും. ആലുവയിൽ അതിനൊക്കെ മുമ്പ് സുരക്ഷാ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഇങ്ങനെ ഒരു വലിയ ഭയത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല. എന്നാലും ഭയപ്പെടണം. ഒരു ഭീകരമായൊരു പ്രശ്നം തന്നെയാണ്. എന്നാലും ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ കാണാം.